നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും എവിഡൻ വർക്ക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് താഴെയാക്കി പിടിക്കുക. വൈറ്റിൻ്റെ ഓപ്പോസിറ്റാണ് യെല്ലോ. യെല്ലോ കളറില്ലാത്ത എഡ്ജ് പീസ് ഉണ്ടോ എന്ന് നോക്കുക. അവിടെ യെല്ലോ ഉണ്ട്, ഇവിടെ റെഡ് ഗ്രീൻ, അവിടെ യെല്ലോ ഇല്ല, അവിടെയും യെല്ലോ ഇല്ല. ആദ്യം യെല്ലോ ഇല്ലാത്ത ഒരു എഡ്ജ് പീസ് എടുക്കുക. ഈ പീസ് ഞാൻ എടുത്തു. റെഡും ഗ്രീനുമാണ് കട്ടയുടെ കളർ. ആദ്യം റെഡ് സെൻറ്റർ പീസിൻ്റെ നേരെ ആ എഡ്ജ് പീസിൻ്റെ റെഡ് കളർ വരുന്ന രീതിയിൽ വയ്ക്കുക. നമുക്ക് രണ്ട് ഇക്വേഷനാണ് ഉള്ളത്, റൈറ്റ് സൈഡ് ഇക്വേഷനും ലെഫ്റ്റ് സൈഡ് ഇക്വേഷനും. റെഡിൻ്റെ മുകളിലത്തെ കളർ ഗ്രീൻ റൈറ്റ് സൈഡിലാണ്, ഗ്രീൻ സെൻറ്റർ പീസ് റൈറ്റ് സൈഡിലാണ്. അതുകൊണ്ട് റൈറ്റ് സൈഡ് ഇക്വേഷൻ ഇവിടെ ചെയ്യണം. യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് യു എഫ്. നൊട്ടേഷനുകളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ആ പീസ് അവിടെ സൈഡിൽ വന്നിട്ടുണ്ട്, റൈറ്റ് സൈഡിൽ വന്നു. ഇനി അടുത്ത പീസ്, അടുത്തത് ഓറഞ്ച് ഗ്രീൻ. അപ്പോൾ ഓറഞ്ചിൻ്റെ സെൻറ്റർ പീസിന് നേരെ കൊണ്ടുവന്ന് വെച്ചു. ഗ്രീൻ ലെഫ്റ്റ് സൈഡിലാണ്, ഗ്രീൻ സെൻറ്റർ പീസ്. അപ്പോൾ കട്ട ലെഫ്റ്റ് സൈഡിൽ കയറണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ യൂസ് ചെയ്യണം. യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് യു ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ ആ പീസ് അവിടെ കയറിയിട്ടുണ്ട്. ഇനി അടുത്ത പീസ് നോക്കണം. അടുത്ത യെല്ലോ കളറില്ലാത്ത ഒരു പീസ് ഇവിടെ ഉണ്ട്, ബ്ലൂ ഓറഞ്ച്. അപ്പോൾ ബ്ലൂ സെൻറ്റർ പീസിന് നേരെ കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് ഓറഞ്ച് റൈറ്റ് സൈഡിലാണോ ലെഫ്റ്റ് സൈഡിലാണോ എന്ന് നോക്കുക. ഓറഞ്ച് ലെഫ്റ്റ് സൈഡിലാണ്, ഓറഞ്ച് സെൻറ്റർ പീസ്. അപ്പോൾ കട്ട ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ ഉപയോഗിക്കുക. ആ കട്ട കയറ്റാൻ വിട്ട് ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ ഉപയോഗിക്കുക. യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് യു ഡാഷ് എഫ് ഡാഷ്. ഇപ്പോൾ കട്ട അവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത പീസ് നോക്കുക. ഇവിടെയുണ്ട് ബ്ലൂ സെൻറ്റർ പീസിന് നേരെ വയ്ക്കുക. റെഡ് റൈറ്റ് സൈഡിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിലെ ഇക്വേഷൻ ചെയ്യുക. ഈ കട്ട ഇവിടെ വരണം. അപ്പോൾ അതിനുവേണ്ടി യു ആർ യു ഡാഷ് ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് യു എഫ്. ഇപ്പോൾ നമ്മളുടെ സെക്കൻഡ് ലെയർ സോൾവായി. എല്ലാ പീസും അവിടെ കയറിയിട്ടുണ്ട്. നമുക്കിനി ഒരു സ്പെഷ്യൽ കേസ് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ വരും, ടോപ്പ് ലെയറിൽ യെല്ലോ അല്ലാത്ത എഡ്ജ് പീസൊന്നുമില്ല, എല്ലാ എഡ്ജ് പീസിലും യെല്ലോ കളറുണ്ട്. പക്ഷേ സെക്കൻഡ് ലെയർ സോൾവും ആയിട്ടില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ടോപ്പ് ലെയറിലെ ഏതെങ്കിലും ഒരു എഡ്ജ് പീസ് സെക്കൻഡ് ലെയറിലേക്ക് കയറ്റി വയ്ക്കുക. റൈറ്റ് സൈഡിലേക്ക് കയറ്റുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൈറ്റ് സൈഡിലെ ഇക്വേഷൻ ചെയ്യുകയാണ്. ആ പീസ് ഇപ്പോൾ റൈറ്റ് സൈഡിൽ കയറി. അവിടെ ഇരുന്ന പീസ് അത് ടോപ്പ് ലെയറിൽ വന്നിട്ടുണ്ട്. ആ പീസിൻ്റെ കളർ നോക്കാം. ഓറഞ്ച് നീല. ഓറഞ്ച് സെൻറ്റർ പീസിൻ്റെ നേരെ കൊണ്ടുവന്ന് വയ്ക്കുക. നീല റൈറ്റ് സൈഡിലായതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഇക്വേഷൻ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ ആ പീസ് അവിടെ കയറിയിട്ടുണ്ടാവും. ഇനി യെല്ലോ ഇല്ലാത്ത എഡ്ജ് പീസ് ടോപ്പ് ലെയറിൽ ഒരെണ്ണമുണ്ട്, പച്ച ഓറഞ്ച്. ആദ്യം പച്ചയുടെ നേരെ പച്ച സെൻറ്റർ പീസിന് നേരെ കൊണ്ടുവന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് റൈറ്റ് സൈഡിൽ പോകണം. അപ്പോൾ റൈറ്റ് സൈഡിൽ ഇക്വേഷൻ ചെയ്തു. ഇനി അടുത്തത് പച്ച ചുവപ്പ്. ആ പീസ് പച്ച സെൻറ്റർ പീസിൻ്റെ നേരെ കൊണ്ടുവന്ന് വെച്ചു. ചുവപ്പ് ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ഇക്വേഷൻ ചെയ്യുന്നു. യു ഡാഷ് എൽ ഡാഷ് യു എൽ യു എഫ് യു ഡാഷ് എഫ് ഡാഷ്. അപ്പോൾ ആ പീസ് അവിടെ കയറി. ഇനി ടോപ്പ് ലെയറിൽ മഞ്ഞയില്ലാത്ത അടുത്ത എഡ്ജ് പീസ് എവിടെ നോക്കാം. ഒരു പീസുണ്ട്, ബ്ലൂ. റെഡ് സെൻറ്റർ പീസിന് നേരെ കൊണ്ടുവന്ന് വെച്ചു. ബ്ലൂ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് ലെഫ്റ്റ് സൈഡിലെ ഇക്വേഷൻ ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പീസ് അവിടെ കയറി, ലെഫ്റ്റ് സൈഡിൽ കയറി. ഇനി ടോപ്പ് ലെയറിൽ യെല്ലോ ഇല്ലാത്ത പീസൊന്നുമില്ല, കാരണം നമ്മുടെ സെക്കൻഡ് ലെയർ എല്ലാം സോൾവായി. നെക്സ്റ്റ് സ്റ്റെപ്പുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ
വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സീ യു, ബൈ.